ഓപ്പണിംഗ് സീനിൽ സാറയുടെയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും കമ്പൈനായിട്ട് ആ വില്ലനുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. ആ വില്ലന്റെ സ്റ്റോൺ അറ്റാക്കിൽ നിന്നും നമ്മുടെ ആൾക്കാർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. മാത്രമല്ല അവന്റെ ഡിഫൻസീവ് പവർ അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ കത്തിയും പേപ്പർ കുണോയും ബോംബും ഒക്കെ തന്നെ അവന്റെ നേർക്ക് വലിച്ചെറിഞ്ഞിട്ടും അവന്റെ ദേഹത്ത് ഒരു പോറൽ പോലും വീഴില്ല. അവന്റെ ഡിഫൻസീവ് പവർ അതെല്ലാം ദൂരത്തേക്ക് തട്ടി മാറ്റും. അവനൊരു സ്റ്റോൺ എടുത്ത് ക്യാഷ്ലായിട്ട് അങ്ങനെ കറക്കും. ഓ, എന്തു പറ്റി? ഇത്ര വേഗം നിങ്ങൾ തോറ്റുപോയോ? ഓക്കെ, കുഴപ്പമില്ല, നിങ്ങളെ രണ്ടുപേരെ സേഫായ ഒരു സ്ഥലത്തേക്ക് ഞാൻ അയക്കാമെന്ന് പറഞ്ഞ് അവരെ കൊല്ലാനായിട്ട് ഡീപ്പാവില്ലൻ തയ്യാറാവും. അത് കണ്ട് ബൊറൂട്ടോ പറയും, ടാർഡ, നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് അവനവൻ്റെ ഏറ്റവും വലിയ മൂവിലേക്ക് കടക്കാൻ പോവാണ്. അവൻ്റെ ഡിഫൻസീവ് പവർ അത് വളരെ ഹൈ ആണ്. അത് തകർത്താൽ മാത്രമേ നമുക്ക് അവനെ ഇല്ലാതാക്കാൻ പറ്റൂ. സോ അതിനാവശ്യം എൻ്റെ സ്പെഷ്യൽ റസംഗൺ പവറാണ്. അത് ക്രിയേറ്റ് ചെയ്യാൻ അല്പസമയം എനിക്ക് ആവശ്യമുണ്ട്. സോ അതുവരെ നീ അവനെ ഹാൻഡിൽ ചെയ്യണം. അതിന് സാറുടെ ഓക്കെ പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് പോകും. അതേസമയം മറ്റൊരു ഭാഗത്ത് വിക്ടറും കൊനഹമാരും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടിയ ബഹളം. വിക്ടറിന്റെ അറ്റാക്കിന് മുൻപിൽ കൊനഹമാരുവിനെ കൊണ്ട് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനാവില്ല. അവൻ ചുറ്റുമുള്ള മനുഷ്യരുടെ അവസ്ഥ നോക്കും. ഒരുപാട് പേര് ഇതിനോടകം മരണപ്പെട്ട് കഴിഞ്ഞു. ഇത്രയും വേഗം അവരുടെ ജീവൻ രക്ഷിച്ചിട്ടില്ല എങ്കിൽ എല്ലാവരും അവിടെ കിടന്ന് മരിക്കും. അവരുടെ പവർ ആ ഡയമണ്ട് ട്രീ അബ്സോർബ് ചെയ്തെടുക്കും. കൊനഹമാരു ദേഷ്യപ്പെട്ട് ഇപ്പൊ വിക്ടറിനോട് പറയും, യു ആർ അൺബിലീവബിൾ. നിനക്ക് വേണ്ടി വർക്ക് ചെയ്തവരെ തന്നെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണോ? അവരെയെങ്കിലും നിനക്ക് വെറുതെ വിട്ടുകൂടെ? അത് കേട്ട് അവൻ ചിരിക്കും. ആക്ച്വലി അവരുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതുകൂടെ കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ അവരുടെ വർക്ക് അത് പൂർണ്ണമാവുകയുള്ളൂ. അവരെല്ലാവരും എൻ്റെ സബോർഡിനേറ്റ്സ് ആണ്. സോ എനിക്ക് വേണ്ടി മരിക്കുന്നതിൽ അവർക്കാർക്കും യാതൊരു പരാതിയും ഉണ്ടാവില്ല. ഇവരുടെ എല്ലാവരുടെയും പവർ ഈ ട്രീ അബ്സോർബ് ചെയ്തെടുത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു വലിയ ഫ്രൂട്ട് തരും. അത് കഴിച്ച് ഞാൻ പവർഫുള്ളായി മാറുമെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കൊനഹമാരുവിന് നേർക്ക് വരും. കൊനഹമാരു ആണെങ്കിൽ ഫയർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അതിന് വിക്ടർ വാട്ടർ ഉപയോഗിക്കും. കട്ട് ചെയ്ത ഇവിടെ സാറട അവൾ ഫയർ ബോൾ ഉപയോഗിച്ച് ആ ഡീപ്പാ വില്ലനെ ആഞ്ഞടിക്കും. പക്ഷെ അവനാണെങ്കിൽ ഈസിയായി അതിൽ നിന്ന് തെന്നി മാറും. സാറുടെ ആണെങ്കിൽ മണിക്കൂറുകളോളം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും അവന്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും ക്രിയേറ്റ് ചെയ്യാൻ അവളെ കൊണ്ട് കഴിയില്ല. ഇത് തളർന്ന് അവളിപ്പോ ബൊറൂട്ടോയുടെ അടുത്തേക്ക് ഒരു സേഫായ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അവൾ പറയും, എന്നെ കൊണ്ട് അവന് തകർക്കാൻ കഴിയുന്നില്ല. ഞാൻ എത്രയൊക്കെ ട്രെയിനിങ് എടുത്തിട്ടും അവൻ്റെ അത്ര സ്ട്രോങ് ആവാൻ എനിക്കാവുന്നില്ല. ആരുടെയെങ്കിലും സഹായമില്ലാതെ നമുക്ക് അവനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് എൻ്റെ സംശയം. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു വിക്ടർ അവനാണെങ്കിൽ എർത്ത് സ്റ്റൈലും ഫയർ സ്റ്റൈലും വിൻ സ്റ്റൈലും മാറി മാറി ഉപയോഗിച്ച് കൊനഹമാരു അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ കൊനഹമാരു അവനാണെങ്കിൽ അതിവിദഗ്ധമായി എല്ലാ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് മാറും. കൊനഹമാരുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം എല്ലാ സ്റ്റൈലുകളും ഞൊടിയിടയിൽ മാറി മാറി യൂസ് ചെയ്യാണ്. ഇതെങ്ങനെ അവനെ കൊണ്ട് സാധിക്കുന്നു ചിന്തിച്ച് അവൻ കൺഫ്യൂസ്ഡ് ആവും. വിക്ടർ ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്ന് പറയും, ഓ, എൻ്റെ പവറൊക്കെ കണ്ട് നീ പേടിച്ചു പോയോ? ചക്ര പോലും ചേഞ്ച് ചെയ്യാനുള്ള പവർ അതെനിക്കുണ്ട്. കൊനഹമാരു ആണെങ്കിൽ അത് കേട്ട് ഡബിൾ ഷോക്കാവും. കാരണം അങ്ങനെ ഒരു എബിലിറ്റി അത് ആർക്കും തന്നെ ഇതുവരെ അവൻ കണ്ടിട്ടില്ല. വിക്ടർ ആണെങ്കിൽ ലൈറ്റ്നിങ് സ്റ്റൈൽ ഉപയോഗിച്ച് ഇപ്പൊ കൊനഹമാരു അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ അടുത്തേക്ക് എത്തും. പക്ഷെ അടുത്ത നിമിഷം ഒരുപാട് പാമ്പുകൾ വന്ന് വിക്ടറിനെ തടയാണ്. വിക്ടറിനാണെങ്കിൽ ആ പാമ്പുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടേക്ക് വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചിമാറുവാണെന്ന്. ഒറോച്ചിമാറു സ്റ്റൈലായിട്ട് ഒരു എൻട്രി ഒക്കെ കൊടുക്കും. കൊനഹമാരു, ഞാൻ സത്യത്തിൽ നിന്നെ രക്ഷിക്കാൻ വന്നതല്ല. എന്റെ പ്രതിബന്ധങ്ങളായി മാറുന്ന ചില ആൾക്കാരെ നശിപ്പിക്കാനാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഹാസ്ര സെൽസ് അത് എന്റെ ലാബിൽ ഉണ്ടായിരുന്നതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞ് ഒറോച്ചിമാറു അവന്റെ സ്നേക്കിനെ ഉപയോഗിച്ച് വിക്ടറിനെ അറ്റാക്ക് ചെയ്യും. ആ സ്നേക്ക് ആണെങ്കിൽ ഞൊടിയടയില് വിക്ടറിന്റെ തല അതങ്ങനെ കടിച്ചു പറിച്ചെടുക്കുകയാണ്. പക്ഷേ വിക്ടർ അവരെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സെൽഫ് റീജനറേഷൻ പവർ അതുപയോഗിച്ച് അവന്റെ തല റീജനറേറ്റ് ചെയ്തെടുക്കും. ഒറോച്ചിമാറു അവൻ അടുത്ത മൂവ് പ്ലാൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ അവന്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് ഒറോച്ചി അറ്റാക്ക് ചെയ്യും. അവന്റെ സ്നേക്കിനെ മുഴുവനായിട്ടും കത്തി എരിയിക്കും. ഒറോച്ചി ആണെങ്കിൽ വെയിറ്റ് ചെയ്യില്ല. അവന്റെ വിൻ പവർ ഉപയോഗിച്ച് ഇപ്പോ വിക്ടറിനെ തട്ടി താഴെയിടും. അവന്റെ കാലാണെങ്കിൽ തെറിച്ചു പോവാണ്. എനിക്കറിയാം നിന്റെ സെൽഫ് റീജനറേഷൻ പവർ അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനുവേണ്ടിയാണ് നിനക്ക് ഈ ഹാസ്ര സെൽസിന്റെ ആവശ്യം. പക്ഷെ ഒരു കാരണവശാലും നിനക്കത് കിട്ടാൻ പോകുന്നില്ല. അതിന് വിക്ടർ ആണെങ്കിൽ അവന്റെ ഫോർ ഹാം ടെക്നിക്ക് അതുപയോഗിച്ച് അവന് വീണ്ടും 2 ജയന്റ് കൈകൾ കൂടെ ക്രിയേറ്റ് ചെയ്യും. അതേസമയം ഇവിടെ ഡീപ്പാ വില്ലൻ അവൻ സാറുടെ വിടാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. സാറുടെ ആണെങ്കിൽ അവന്റെ അറ്റാക്കുകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് അവനെ
അവനെ മറ്റൊരു ഭാഗത്തേക്ക് ഡൈവേർട്ട് ചെയ്യുകയാണ്. ഡീപ്പ വില്ലനാണെങ്കിൽ നൈസായിട്ട് ഇപ്പൊ ബൊറൂട്ടോയെ കണ്ടുപിടിക്കും. അവനൊരു സ്റ്റോൺ ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് നേരെ എയിം ചെയ്യുകയാണ്. ആ സ്റ്റോൺ അങ്ങനെ ബൊറൂട്ടോയുടെ ക്ലോസ് തന്നെ താമസം അവനെ ആരോ തൂക്കിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് കൊണ്ടുപോകും. വന്നത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ മെയ്റ്റ്സുകയാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയെയും സാറുടെയും സമാധാനിപ്പിക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ക്യൂർ ആവാൻ കുറെ ടൈം എടുക്കുമെന്നാണ് പപ്പ പറഞ്ഞത്. പക്ഷേ എന്തോ ഒരു ലക്ക് കൊണ്ട് ഞാൻ ബാക്ക് ടു നോർമലായി മാറി. ടീം 7 നമ്മുടെ പവർ എന്താണെന്ന് ആ ഡീപ്പ വില്ലന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ആ ഡീപ്പയുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ഡീപ്പയുടെ അറ്റാക്കില് അവരുടെക്കും ബൊറൂട്ടോയ്ക്കും മെയ്റ്റ്സേക്കും 3 പേർക്കും പരുക്ക് പറ്റി അവരടിച്ചു വീഴും. ഡീപ്പ വില്ലനാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് കൂടും. അവൻ കറക്റ്റായിട്ട് ഇപ്പൊ ബൊറൂട്ടോയെ തന്നെ എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യാണ്. അത് കാണേണ്ട താമസം സാറട അവളാണെങ്കിൽ ഉച്ചത്തില് ഇപ്പൊ ബൊറൂട്ടോ എന്ന് നിലവിളിച്ച് അവന്റെ മുൻപിലേക്ക് വരികയാണ്. ആ ഒരു അറ്റാക്ക് അവന്റെ ക്ലോസ് തന്നെ താമസം സാറട അവൾ ബൊറൂട്ടോയുടെ മുൻപിലേക്ക് ചാടി വീണ് അത് തകർത്ത് കളയാണ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ബൊറൂട്ടോയുടെ ദേഹത്തൊരു പോറൽ പോലും പറ്റാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ ലീഫ് വില്ലേജിലെ ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഷിനോബിയാണ്. ഫ്യൂച്ചറിലെ ഹൊക്കാഗ എന്ന് പറഞ്ഞ് അവളുടെ റെസർഗൺ പവർ അതിനെ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്യുകയാണ്. അടുത്ത നിമിഷം 1 ടോണിൽ നിന്ന് അവളുടെ കണ്ണുകളാണെങ്കിൽ ഇപ്പൊ ഡബിൾ ഡോമായിട്ട് മാറും. സാറുടെ ഒരുപാട് ട്രെയിനിങ് എടുത്ത് ഇപ്പൊ അവളുടെ പവറിനെയും കഴിവിനെയും എന്തിന് റെസർഗണിനെ പോലും കൂടുതൽ പവർഫുള്ളും അപ്ഗ്രേഡും ആക്കി മാറ്റിയിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മേയെ കാണിക്കും. അവളാണെങ്കിൽ ഓടി ഓടി വിക്ടറിന്റെ അടുത്തേക്ക് വരികയാണ്. അവന്റെ റിയൽ ഫോം കണ്ട് മേയും ഒരു സെക്കൻഡ് വണ്ടർ അടിച്ച് അവനെ തന്നെ നോക്കുകയാണ്. വിക്ടർ ആണെങ്കിൽ ആ ഒരു വലിയ ചെടിയിലേക്ക് നോക്കും. ഏകദേശം ആ ഫ്ലവർ അത് വിരിഞ്ഞ് സൈഡ് പുറത്തു വരാനായിരിക്കുകയാണ്. വാവ്, ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്. എനിക്ക് എത്രയും വേഗം ആ സീഡ് ഭക്ഷിക്കണം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ പവർ അതെനിക്ക് ഇതിലൂടെ വീണ്ടെടുക്കണം. എറ്റേണൽ ലൈഫ് അത് തീർച്ചയായിട്ടും ഞാൻ സ്വന്തമാക്കും. എൻ്റെ നഷ്ടപ്പെട്ടു പോയ ബോഡി പാർട്സ്, കഴിവുകൾ അതെല്ലാം തിരികെ കിട്ടുന്ന നിർണായക നിമിഷമാണ് ഇനി നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവനങ്ങനെ മുകളിലേക്ക് കയറാൻ തുടങ്ങും. അതുകണ്ട് ഗ്രഹമാര് ദേഷ്യപ്പെട്ട് പറയും, നിനക്ക് അല്പമെങ്കിലും കരുണയുണ്ടോ? നിന്റെ മനസ്സിൽ ഒരല്പമെങ്കിലും ഹ്യൂമാനിറ്റി ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. സ്വന്തം സോൾജിയേഴ്സിനെ പോലും ബലിയാടാക്കിക്കൊണ്ടാണ് നീ ഈ ഒരു ഫ്രൂട്ട് അത് നേടാൻ ശ്രമിക്കുന്നത്. അത് കേട്ട് വിക്ടർ ആണെങ്കിൽ ചിരിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കും. ഉടനെ മിയ അവളാണെങ്കിൽ വിക്ടറിന്റെ മുൻപിലേക്ക് ടെററായിട്ട് വന്നു നിന്ന് അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് ചോദിക്കും. അതിനവൻ പറയും, അതെ, ഞാൻ തന്നെയാണ് നിന്റെ ഹസ്ബൻഡിനെ കൊന്നത്. അവനെ കൊണ്ടുള്ള എൻ്റെ ആവശ്യം അത് കഴിഞ്ഞിരുന്നു. സോ അവനൊരു വേസ്റ്റ് ആണെന്ന് തോന്നിയപ്പോൾ എനിക്ക് ഉപയോഗമായി മാറാൻ ഞാൻ അവനെ മരണത്തിലേക്ക് തള്ളിവിട്ടു. മിയയ്ക്കാണെങ്കിൽ അത് കേട്ട് കലി കയറും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആ ഒരു ഡയമണ്ട് ട്രീ ഇപ്പോ വിക്ടറിനെയും പിടിച്ചു വലിക്കുകയാണ്. അതിന്റെ ടെൻഡിക്കിൾസിലൂടെ ഇപ്പൊ അത് വിക്ടറിനെ മുകളിലേക്ക് തൂക്കിയെടുക്കും. ഇവിടെ ആ ഡീപ്പ വില്ലൻ അവനാണെങ്കിൽ നിർത്താതെ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. മെയ്റ്റ്സുകയും സാറുടെയും ചേർന്ന് അവന്റെ അറ്റാക്ക് പ്രിവെന്റ് ചെയ്യാനും അവനെ അറ്റാക്ക് ചെയ്യാനും ശ്രമിക്കും. അതേസമയം ബൊറൂട്ടോ അവനൊരു സേഫ് സ്ഥലം കണ്ടെത്തി വീണ്ടും അവന്റെ സ്പെഷ്യൽ റെസർഗൺ പവർ അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ശ്രമിക്കുകയാണ്. ഡീപ്പ വില്ലൻ ആണെങ്കിൽ വീണ്ടും ബൊറൂട്ടോയെ കണ്ടുപിടിക്കും. അതിനുശേഷം അവന്റെ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർമേഷനിലേക്ക് ചേഞ്ച് ആവുകയാണ്. അവന്റെ ബോഡി മുഴുവൻ അയൺ ബോഡിയായി തീരും. നമ്മുടെ ആൾക്കാരെല്ലാവരും അതങ്ങനെ അത്ഭുതത്തോടു കൂടെ നോക്കി നിൽക്കുമ്പോൾ അവൻ പറയും, ആക്ച്വലി ഈ ഒരു ട്രാൻസ്ഫർമേഷനിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളെ 3 പേരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൻ ബൊറൂട്ടോയെ തന്നെ പിടിച്ചു വലിച്ച് അച്ചറം പൊച്ചറ അറ്റാക്ക് ചെയ്യും. അതേസമയം ഇവിടെ ഒറോച്ചിമാറും അവന്റെ അസിസ്റ്റൻസും എല്ലാവരും ചേർന്ന് ആ ഒരു വലിയ ട്രേയെ ഗ്ലാസ് സ്റ്റോറേജ് ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. പിന്നീട് അതിലേക്ക് ആസിഡ് ഒഴിച്ച് അത് നശിപ്പിക്കുകയാണ്. ഗ്രഹമാരുമാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ അന്വേഷിച്ച് അവിടുന്ന് മൂവ് ചെയ്യും. ഇവിടെ ഡീപ്പ വില്ലൻ അവൻ ഷോക്കായി ആ ഡയമണ്ട് ട്രീയിലേക്ക് നോക്കും. അതിപ്പോ പതിയെ നശിച്ച് താഴേക്ക് വീഴുകയാണ്. കൺട്രോൾ പോയ ഡീപ്പ അവരുടെ പ്ലാൻ എല്ലാം തന്നെ തെറ്റിയെന്ന് മനസ്സിലാക്കി ഇപ്പൊ ബൊറൂട്ടോയ്ക്ക് നേരെ തിരിയും. ബൊറൂട്ടോ ആണെങ്കിൽ ഓൾമോസ്റ്റ് ആ ഒരു ജയന്റ് റെസർഗൺ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടുപേരും വമ്പൻ പവറുമായിട്ട് അങ്ങനെ ഫേസ് ടു ഫേസ് പാഞ്ഞടുക്കും. അവർ രണ്ടുപേരുടെയും ജയന്റ് പവർ അതങ്ങനെ കൂട്ടിയിടിപ്പിക്കുകയാണ്. പവർ രണ്ടും അങ്ങനെ പരസ്പരം ഏറ്റുമുട്ടി ഫ്രീസ് ആയിട്ട് നിൽക്കും. അത് കണ്ട നമ്മുടെ സാറുടെയും മെയ്റ്റ്സുകയും അവർ രണ്ടുപേരും അവരുടെ പവർ ബൊറൂട്ടോയുടെ പവറിലേക്ക് അങ്ങനെ പകർന്നു കൊടുക്കുകയാണ്. അധികം വൈകാതെ തന്നെ അൺലിമിറ്റഡ് പവർ ആ ഒരു റെസർഗൺ പവറിലേക്ക് വന്ന് ഡീപ്പ വില്ലൻ പൊട്ടിത്തെറിച്ച് താഴേക്ക് വീഴും. പൂർണ്ണമായിട്ടും തകർന്നു പോയ അവൻ പതിയെ കണ്ണു തുറക്കും. അടുത്ത നിമിഷം ആ ഒരു ബിൽഡിംഗ് തകർന്ന് അവന്റെ ബോഡിയിലേക്കും വീഴും. അടുത്ത നിമിഷം
കൊനഹമാരു അവിടേക്ക് വന്ന് നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും സേഫായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. മീറ്റ്സുകയ്ക്കാണെങ്കിൽ ഒരു കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിന് മീറ്റ്സുക പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഇത് എത്രയും വേഗം റീജനറേറ്റ് ആവും. കൊനഹമാരുവിനാണെങ്കിൽ അപ്പോഴും അവന്റെ സംശയം മാറില്ല. കാരണം ലാസ്റ്റ് ടൈം കൊനഹമാരുവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവന്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന് ഒറോച്ചിമാറു പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, അവന്റെ ബ്രദർ അവൻ ആവശ്യമായിട്ടുള്ള ബോഡി പാർട്സ് എല്ലാം കൊടുത്തു. ഇപ്പോ മീറ്റ്സുകയ്ക്ക് പകരം അവന്റെ ബ്രദറാണ് ട്രീറ്റ്മെന്റിലുള്ളത്. ഇനി മീറ്റ്സുകയെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞ് ഒറോച്ചിമാറു അവിടുന്ന് കടന്നുപോകും. ഇവിടെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ വീണ്ടും 7 ബാക്ക് ടു നോർമൽ ആയതിനെ തുടർന്ന് ഹാപ്പിയായി അങ്ങനെ കൈ കോർക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.